ഒരുപാട് പ്രതീക്ഷകളോടെയാണ് എല്ലാവരും 2026 വരവേറ്റിരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം 2026 എന്നത് ഏറെ നിർണായകമാകുന്ന ഒരു വർഷമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അടക്കം. കാരണം 2026 എന്നത് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വർഷം ആണ് എന്നതാണ്. അതിൽ കേരളം മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഉൾപ്പെടെയുണ്ട്. നമുക്ക് ആദ്യം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, അതായത് 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നതാണ് നോക്കേണ്ടത്. കേരളം, അയൽ സംസ്ഥാനമായ തമിഴ്നാടുണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, അസം, പുതുച്ചേരി എന്നിങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിലാണ്. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്, എങ്കിലും അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇങ്ങനെ 5 സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ 5 സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയം വ്യത്യസ്തമാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം ആണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നത് നമുക്ക് അറിയാം. നിലവിൽ കേരളം അധികാരത്തിൽ ഇരിക്കുന്നത് വലിയ പിന്തുണയോടെ, അതായത് സീറ്റുകളെ സംബന്ധിച്ച വിഹിതം ഒക്കെ പരിശോധിക്കുമ്പോൾ LDF 99 സീറ്റുകൾ ആണ് നേടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. 45% എന്നതാണ് വോട്ട് വിഹിതം. UDF 41 സീറ്റുകൾ. UDFിന്റെ വോട്ട് വിഹിതമാണ് പ്രേക്ഷകർ ഈ കാർഡിൽ വലതുഭാഗത്തായി കാണുന്നത്. NDAക്ക് കഴിഞ്ഞ തവണ സീറ്റുകൾ ഒന്നും ലഭിച്ചില്ല. അവിടെ 11% വോട്ടുകൾ നേടാൻ സാധിച്ചു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 14% എന്ന നിലയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ സംസ്ഥാനം നേരിടാൻ പോകുമ്പോൾ പുതുച്ചേരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ NR കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയുമായി കൈകോർത്തുകൊണ്ടുള്ള ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലാകട്ടെ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി അധികാരത്തിലിരിക്കുന്നു. അസമിൽ ഇത്തവണ വലിയ ഭരണ വിരുദ്ധ വികാരമുണ്ടാകുമെന്നൊക്കെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസ് ശ്രമിക്കുന്ന സാഹചര്യം BJP അധികാരത്തിലിരിക്കുന്നു. എന്തായാലും നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട 3 മുന്നണികൾ ആണല്ലോ ഉള്ളത്. അത് ഇടതുപക്ഷം എന്നത് ഇത്തവണ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അധികാര തുടർച്ചയ്ക്ക് ഉള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. എന്തൊക്കെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ടതായി മാറുന്നത്? ഇടതു മുന്നണിക്ക് 3ാമതും അധികാരത്തിലെത്താൻ പറ്റുന്ന ഒരവസരം ആണ്. അങ്ങനെയെങ്കിൽ അതൊരു ചരിത്രപരമായ അവസരം എന്ന് പറയാം. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 3ാം ടേമിലും ഉണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയൻ. ഒപ്പം നമ്മൾ നേരത്തെ ന്യൂസ് 18 തന്നെ നേരത്തെ നൽകിയിട്ടുള്ളതാണ്, CPMലെ ഒരു വിഭാഗത്തിനെങ്കിലും മുഖ്യമന്ത്രിയിൽ മാറ്റമുണ്ടാകണമെന്നും ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് CPIഎമ്മിൽ നിന്നാകണം എന്നും ആഗ്രഹിക്കുന്നവർ ഉണ്ട്. അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ ഇടതുപക്ഷം അധികാരത്തിലേറിയാൽ? ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട സംശയങ്ങൾ ആണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ആ സംശയത്തിന്റെ രാഷ്ട്രീയം എന്ത് എന്നത് VV അരുൺ ആയിരിക്കും അതിന്റെ വിശദാംശങ്ങൾ നൽകുക. പ്രത്യേകിച്ച് ഇടതുമുന്നണി തുടർച്ചയായി 2 തവണ അധികാരത്തിൽ ഇരിക്കുന്ന സാഹചര്യം, ഇനി ഒരു ടേം കൂടി അധികാരത്തിൽ എത്തുന്നുവെങ്കിൽ അതും ചരിത്രമായി മാറുന്ന പശ്ചാത്തലം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വിഹിതമടക്കം പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം? നമുക്ക് അരുണിലേക്ക് തന്നെ പോകാം. അരുൺ, ഇടതുമുന്നണി ഇപ്പോൾ തന്നെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. പിണറായി വിജയനും ആ ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ ആദ്യമായി അത്തരത്തിൽ 2 ടേം പൂർത്തിയാക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളം വിധിയെഴുതാൻ തയ്യാറെടുക്കുകയാണ്. നമുക്ക് തിരിച്ചടികളിലേക്ക് വരുന്നതിന് മുമ്പ് ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടില്ല, ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു, ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് തങ്ങൾക്കാണ് എന്നൊക്കെയുള്ള അവകാശവാദം, അത് ഏത് നിലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തുണയാകും എന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്? അടിത്തറ തകർന്നിട്ടില്ല. അത് തന്നെയാണ് ഇടതുമുന്നണിയുടെ ആശ്വാസം. ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി CPM വിലയിരുത്തുന്ന പ്രത്യേകിച്ചും ഈ ഇങ്ങനെയാണ്, അതായത് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ കാര്യമായ പിന്നോട്ടടി ഉണ്ടായിട്ടില്ല. 60ലേറെ നിയമസഭാ സീറ്റുകൾ ഇപ്പോഴും ഇടതുമുന്നണിക്ക് ഒപ്പമാണ്. ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടിംഗ് പാറ്റേൺ ആണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ വോട്ടിംഗ് പാറ്റേൺ വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടതുമുന്നണിക്ക് നല്ല മേൽക്കൈ ഉണ്ടെന്ന് തന്നെ CPM കണക്ക് കൂട്ടുന്നു. രാഷ്ട്രീയ തിരിച്ചടിയില്ല എന്നല്ല, തെരഞ്ഞെടുപ്പ് തിരിച്ചടി ആയിട്ടില്ല എന്നല്ല, പ്രതീക്ഷ നേട്ടമുണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ തിരിച്ചടി എന്ന് തന്നെ അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അടിത്തറ തകർന്നു പോകുന്ന തരത്തിലേക്കുള്ള ഒരു പരാജയത്തിലേക്ക് പോയിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം നഗരസഭകൾ നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ തന്നെ ഈ ഒരു ഫലമായിരുന്നില്ല പൊതുവിൽ, ആ ഒരു മൂഡായിരുന്നില്ല ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. സാമാന്യം ഭേദപ്പെട്ട പ്രകടനം തന്നെ ആളുകൾ വിധിയെഴുതി. പക്ഷെ തിരുവനന്തപുരത്തും കൊല്ലത്തും നഗരസഭാ ഭരണം നഷ്ടപ്പെട്ടതാണ് തിരിച്ചടിക്ക് ഈ ഒരു ഇത്തരം ഒരു വ്യാഖ്യാനത്തിന് ഇടയാക്കിയതെന്നാണ് CPMന്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ
തെറ്റുകൾ തിരുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ വിജയത്തിലേക്ക് എത്താമെന്ന് തന്നെ CPM വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. CPI കുറച്ചുകൂടി ആശങ്കയുണ്ട്. നേരത്തെ ചർച്ച ചെയ്തപോലെ CPI കുറച്ചുകൂടി ആശങ്കയുണ്ട്. ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നവർ ഉറപ്പിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ലേഖനം ഇന്നലെ ഈ പുതുവർഷത്തോടനുബന്ധിച്ച് നൽകിയിരുന്നു. അതിലൊക്കെ എന്തുകൊണ്ട് ഈ ഭരണം തിരിച്ചു വരണം, ഈ ഇത്രയും നാൾ ഈ സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ, സർക്കാരിന്റെ ക്ഷേമം, വികസനം ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഈ സർക്കാർ തിരിച്ചു വരണമെന്നൊക്കെ വ്യക്തമാക്കുന്ന വലിയൊരു ലേഖനം മുഖ്യമന്ത്രിയുടെ ഇന്നലെ വന്നിരുന്നു. അതിലൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ സംസ്ഥാനത്തെ എങ്ങനെ പിന്നോട്ടിരിക്കുന്നു എന്ന കണക്കുകൾ പറഞ്ഞു തന്നെ പറയുന്നുണ്ട്. കേരളം കടക്കണിയിലാണെന്ന പ്രചരിപ്പിച്ച് പുകമറ സൃഷ്ടിക്കുന്നവർക്കുള്ള മറുപടി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പറയുന്നത് നമ്മുടെ വളർച്ചാ നിരക്കാണ് അതിന് മറുപടി. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ 15 വർഷം കൊണ്ട് 3.5 മടങ്ങ് വളർന്നിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനം 2011-12 3.64 കോടി രൂപയിൽ നിന്ന് 2024-25 ആകുമ്പോൾ 12.49 ലക്ഷം കോടിയെ വളർന്നിരിക്കുന്നു. കേരളത്തിലെ കടം കുറയുകയാണ്. രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കടത്തിന്റെ കണക്കിൽ 15ാം സ്ഥാനത്ത് മാത്രമാണ് കേരളമെന്ന കേന്ദ്ര സർക്കാർ രേഖ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കണക്കുകൾ നിരത്തുന്നത്. അതായത് ഈ സർക്കാർ തന്നെ അധികാരത്തിൽ എന്തുകൊണ്ട് വരണം, വന്നേ മതിയാകൂ, അത്രയധികം വികസനങ്ങൾ കൊണ്ടുവന്നു, അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും തങ്ങൾക്കൊരു അവസ്ഥ നൽകണമെന്ന ആവശ്യമാണ് പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. CPMന്റെ പ്രതീക്ഷയും അതുതന്നെയാണ്. ഈ തിരിച്ചടി താൽക്കാലികമാണ്. അത് സംസ്ഥാന ഭരണത്തിന് എതിരെയുള്ള വികാരത്തിന് അപ്പുറത്തേക്ക് പ്രാദേശികമായും ദീർഘനാൾ ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ ഭരണസമിതികളുണ്ട്. അവർക്കെതിരായ തിരിച്ചടിയായി കൂടിയാണ് CPM ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ CPM കേന്ദ്രങ്ങൾക്കും ഇടത് കേന്ദ്രങ്ങൾക്ക് മൊത്തത്തിലുമുണ്ട്. CPM കേന്ദ്രങ്ങൾ കുറച്ചുകൂടി ശക്തമായി തന്നെ ആ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. പിണറായി വിജയൻ തന്നെ നയിക്കാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി തന്നെയെന്ന് സമ്മതിക്കുമ്പോഴും തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഇടത് കേന്ദ്രങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. തുടർഭരണത്തിൽ തുടർച്ചയെന്ന അത്ഭുതം സൃഷ്ടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. എത്രത്തോളം എളുപ്പമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. പക്ഷേ CPMഉം ഇടതുമുന്നണിയും ഒക്കെ പ്രതീക്ഷ തന്നെയാണ്. തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പരാജയം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നൊരു കണക്കെടുപ്പിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. യെസ്, അതാണ് അവരുടെ വിജയപ്രതീക്ഷ. മറുഭാഗത്ത് രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ വിഷയങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒട്ടേറെ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചരിത്രം ആവർത്തിച്ച പശ്ചാത്തലമുണ്ട്. നമുക്ക് ആ കോവിഡ് കാലഘട്ടത്തെ പൂർണ്ണമായും മാറ്റിവെക്കാനും പറ്റില്ല. അതൊരു പരിധിവരെയെങ്കിലും ഈ ഭരണ തുടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അരുൺ, വിഷയങ്ങൾ പലതാണ്. അതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. പിന്നീട് ഇപ്പോൾ മുന്നണിക്കകത്ത് തന്നെ തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ള സാഹചര്യമുണ്ട്. അത് PM ശ്രീ പദ്ധതി പോലെയുള്ള വിഷയത്തിലെ സർക്കാരിൻ്റെ ഇടപാട്, മുന്നണിക്കകത്ത് മാണി വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ നിലനിൽപ്പ്, പാലായിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനുണ്ടായിട്ടുള്ള തിരിച്ചടി, അങ്ങനെ മുന്നണിക്കകത്ത് അസ്വാരസ്യങ്ങളുണ്ടോ എന്ന ചോദ്യങ്ങൾ, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇടതുമുന്നണിക്കകത്തുണ്ട് താനും. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശത്തെ ചൊല്ലിപ്പോലും CPI ഒക്കെ എടുക്കുന്ന നിലപാട് കർക്കശമായ അല്ലെങ്കിൽ കർശനമായ നിലപാട് തന്നെയാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. അവിടെ CPIഎമ്മിൻ്റെ നിലപാട് എന്ത് എന്നൊന്നും അവർ ആലോചിക്കുന്നു പോലുമില്ല ആ പ്രതികരണത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പുറത്ത് മറ്റൊരു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, മുന്നണിക്കകത്തെ അതൃപ്തി, ഇത് രണ്ടും എങ്ങനെ പ്രതിഫലിക്കാനാണ് സാധ്യത അരുൺ? അഭിലാഷ്, വളരെ കൃത്യമായ കാരണങ്ങൾ തന്നെയാണ്. 2 കാരണങ്ങൾ. ഒന്ന്, ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും അവസാന സമയത്തൊക്കെ വലിയ ആരോപണത്തിലൂടെ സർക്കാർ കടന്നുപോയി. അന്നും സ്വർണം, ഇന്നും സ്വർണം. പക്ഷേ ആ സ്വർണവും ഈ സ്വർണം തമ്മിലുള്ള വ്യത്യാസം, അന്ന് നയതന്ത്ര സ്വർണ്ണക്കടത്തായിരുന്നു. അതൊരു ആരോപണമായി നിൽക്കുമ്പോൾ അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല. വലിയ സംശയങ്ങളൊക്കെ ഉയർത്തി മുഖ്യമന്ത്രി ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിലുള്ള പ്രചരണം പോലും അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കാത്തൊരു വിഷയം, അഭിലാഷ് സൂചിപ്പിച്ച കോവിഡ് ഉണ്ടാക്കിയ ഒരു പ്രത്യേക പശ്ചാത്തലം, ആ കോവിഡ് കാലത്ത് സർക്കാർ ജനങ്ങളോട് ചേർന്ന് നിന്ന ഒരു രീതി, ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു രീതി, അതൊക്കെ അന്ന് തുണയായി മാറിയെന്ന് തന്നെയാണ് കൃത്യമായി നമുക്ക് പറയേണ്ടത്. അത് അന്ന് സർക്കാരിന് ഗുണം ചെയ്തു. അന്നത്തെ സ്വർണ്ണക്കൊള്ള പോലെയല്ല ഇന്നത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള. ഇവിടെ ഒരു അഴിമതിയുണ്ട്. ആ അഴിമതിക്ക് വിശ്വാസവുമായി ബന്ധമുണ്ട്. നമുക്കറിയാം വിശ്വാസം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് കേരളീയ സമൂഹത്തിൽ. അത് ഏത് ജാതി, ഏത് മതത്തിൽ വിശ്വാസമായാലും വലിയ മതേതരത്വം പറയുന്ന